ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ആയിട്ടല്ല, ഒരു അടിപൊളി ബിസിനസ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്ന ഏതൊരാൾക്കും വീട്ടിലിരുന്നു കൊണ്ട് വരുമാന മാർഗം ഒരു നൈറ്റി ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ കൂട്ടുകാരോട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അജ്രക് നൈറ്റി ബിറ്റാണ് ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതുപോലെ കുറച്ച് പീസ് എടുക്കുക. ഇപ്പം മൊബൈൽ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, അതുപോലെ വാട്സപ്പ് ഇല്ലാത്തവരും ഉണ്ടാവില്ല. അപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. അപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടവരൊക്കെ ഇതിൻ്റെ റേറ്റ് എത്രയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് ഓരോരുത്തർ ഓർഡർ ആക്കി. കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ എടുത്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നൈറ്റിൻ്റെ നെക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ള നെക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സിബൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഓരോ നൈറ്റികളൊന്ന് കണ്ടാലോ. ഈ നൈറ്റി ബിറ്റ് എനിക്ക് കിട്ടിയത് വേറെ ഒരാളുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. നല്ല ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തത്. സിബൊക്കെ വെച്ചിട്ട് സിബിൻ്റെ മുകളിൽ ബാൻഡൊക്കെ വെച്ച്, നെക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചാണ് സ്റ്റിച്ച് ചെയ്തത്. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു മാക്സി സ്റ്റിച്ച് ചെയ്തത്. ഈ ഒരു നെക്കും ഈ ഒരു ബാൻഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ വിടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാം. നെക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ. കണ്ടല്ലോ, രണ്ടാമത്തെ മാക്സി ഇതാണ്. അപ്പോൾ ഈ ഒരു നൈറ്റി കട്ട് ചെയ്യുന്നത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വിടാം. 1.25 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ്. അതുപോലെ ബാൻഡ് 3 ഇഞ്ചുമാണ്. ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം തുടക്കത്തിലൊരു 10 പീസ് 12 പീസൊക്കെ എടുത്ത് ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്യുക. അപ്പോൾ വീട്ടമ്മമാർക്ക് വീട്ടുജോലി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഇത് ചെയ്യാം. ഇങ്ങനത്തെയൊക്കെ ബിസിനസ് ചെയ്താൽ നമുക്ക് കണ്ടല്ലോ ഉണ്ടാവും. ഈ ഒരു നൈറ്റി ബിറ്റ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് ഓള അളവിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലുള്ള ഡാമേജ് കാണുന്നത്. ചെറിയ 2 സ്ഥലത്ത് ചെറിയൊരു ഡാമേജ്, ചെറിയൊരു ഓട്ട. എന്നിട്ട് ഞാനത് എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത്. കണ്ടല്ലോ, അപ്പോൾ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടു. ഡാമേജൊക്കെ ക്ലോത്ത് വെച്ചിട്ടൊന്ന്, ഡാമേജുള്ള ഭാഗത്ത് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് കൊടുത്ത് അത് ഒഴിവാക്കി. അടുത്തത് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നൈറ്റി ബിറ്റ് എടുത്താൽ നമുക്ക് ടോപ്പോ നൈറ്റിയോ എന്തായാലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ ഒരു ബിറ്റും സ്റ്റാറ്റസ് വെച്ചിട്ട് ഓരോരുത്തർ ഓർഡർ ചെയ്തതാട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തത്. കണ്ടല്ലോ, ഇതുപോലെ സൈഡ് ഓപ്പണൊക്കെ വെച്ചിട്ടുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ നമുക്ക് 3 പീസ് ആക്കിയിട്ടൊക്കെ ഈ ഒരു ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്തത് ഈ ഒരു നൈറ്റി. അതിന് വേണ്ടി ക്രോസ് പീസ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ചുവപ്പ് കളറാണ് വെച്ചത്. അതുപോലെ സ്ലീവിലും ഏറ്റവും തലക്കൽ ഇതുപോലെ പ്ലെയിൻ കളർ വെച്ചിട്ടുണ്ട്, ആയിട്ട് വരുന്ന ചുവപ്പ്. അപ്പോൾ അടുത്തതായി ഈ ഒരു നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത്. കണ്ടല്ലോ, ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് യോക്കിൽ പ്ലീറ്റ്സൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി നൈറ്റി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ ലൈക്ക് മറക്കണ്ട. ഇനിയും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഈ ഒരു സിമ്പിളായിട്ടുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.